അതിജീവിച്ച് വരികയാണ്, ഉൾക്കൊണ്ടുവരികയാണ് ദുരന്തം. എങ്കിൽ പോലും ഒരു തെരച്ചിലിന്റെ ഭാഗമായി സ്വന്തം ജീവിതമുണ്ടായിരുന്ന ഇടത്ത് ആ തെരച്ചിലിനായി അവരെത്തുമ്പോൾ അതൊരു വല്ലാത്ത ഭീതിതമായിട്ടുള്ള സാഹചര്യം കൂടിയാണ്. ഡാൻ, പരമാവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ ഈ ജനകീയ തെരച്ചിലിനെ? സ്വാഭാവികമായി അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ് അവരെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്കടക്കം ഈ ക്യാമ്പുകളിലേക്ക് ജില്ലാ കളക്ടർ ഇടപെട്ട് മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്ത മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ പ്രതികരണം നേടുന്നതിന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പരിമിതിയുണ്ട്. കാരണം അവരെ പുഞ്ചിരിമട്ടത്ത് അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങളിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നേരിട്ട് അവിടേക്ക് എത്തിക്കുകയായിരുന്നു. അവർ ആ സ്ഥലങ്ങളിൽ, അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെത്തിയാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷത്തെ ഉരുളിന്റെ രൂപത്തിലെത്തിയ വിധി കവർന്നെടുത്തതിന്റെ ദുഃഖം അതിപ്പോഴും അതിൽ നിന്ന് മുക്തരാകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനൊപ്പമാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന. അങ്ങനെ ആ വേദനകൾക്കിടയിലാണ് ഇപ്പോഴും കണ്ടെത്താനുള്ള തങ്ങളുടെ അയൽവാസികളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ അവർ നടത്തുന്ന പരിശോധനയിൽ കണ്ടെത്താനാകുമോ എന്ന ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ പരിശോധനകൾക്ക് വേണ്ടി അവർ കൂടി എത്തിയിരിക്കുന്നത്. ദയനീയമായ കാഴ്ചകളാണ്. ഓരോ ദിവസവും കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് ഇടയിൽ നിന്ന് ഇത്തരത്തിൽ വീട്ടുപകരണങ്ങളും മറ്റും പെറുക്കി മാറ്റുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്. കാരണം അതൊക്കെ ഉപയോഗിക്കാൻ ഇനി ആ വീടുകളിൽ ഉണ്ടായിരുന്നവർ ബാക്കിയുണ്ടോ എന്ന ഏറ്റവും ആശങ്കയുണർത്തുന്ന ചോദ്യം അത് തന്നെയാണ് ഹൃദയവേദനയോടെ നമുക്കിവിടെ നിന്ന് പങ്കുവെക്കേണ്ടി വരുന്നതും. എൽദോ, ഡാനൊപ്പം ഇനി പ്രധാനമന്ത്രി നാളെ എത്തുകയാണല്ലോ ദുരന്ത ബാധിത മേഖലയിൽ. അപ്പോൾ ദുരന്ത ബാധിത മേഖലയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ സുരക്ഷയുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എപ്പോഴാണ് ഈ സുരക്ഷാ ചുമതല SPG ഏറ്റെടുക്കുക? എൽദോ, 11:30-ക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 11 മണിയോടെ ഇന്നത്തെ തെരച്ചിൽ, ഈ ജനകീയ തെരച്ചിൽ 11 മണിയോടെ ഇന്ന് അവസാനിപ്പിക്കും തൽക്കാലത്തേക്ക്. ആ തെരച്ചിൽ ഞായറാഴ്ച രാവിലെ വീണ്ടും പുനരാരംഭിക്കാനാണ് തീരുമാനം. ഞായറാഴ്ച ഒരു ദിവസം മുഴുവൻ നീളുന്ന തരത്തിലേക്ക് ഈ തെരച്ചിൽ മാറുമെന്ന് തന്നെയാണ് സൂചന. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നോടിയായി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് പ്രധാനമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ച ഈ സുരക്ഷാ ചുമതലകൾ കൈമാറേണ്ട ഒരു പശ്ചാത്തലം ഉള്ളതിനാൽ 11 മണിക്ക് തെരച്ചിൽ അവസാനിപ്പിച്ച് മുകളിലേക്ക് കയറിയിരിക്കുന്ന എല്ലാ ആളുകളെയും താഴേക്ക് കർശനമായി ഇറക്കിവിടും. അതിനുശേഷം SPG ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്കെത്തും. പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണമാണ് നടത്തുന്നതെങ്കിലും ദുരന്തബാധിത മേഖലകളിലേക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം പ്രമാണിച്ചുകൊണ്ട് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരും ഉള്ളത്. കൽപ്പറ്റയിൽ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിയും അതോടൊപ്പം ജില്ലാ കളക്ടറും SPG ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രി സന്ദർശിക്കാനിരിക്കുന്ന സ്ഥലങ്ങളുടെ അധികൃതരും അടക്കം പങ്കെടുത്ത യോഗം നടത്തിയിരുന്നു. സ്വാഭാവികമായി അതിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഫൈനൽ റൂട്ട് നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായി അതിലെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് 11:30-ക്ക് കൽപ്പറ്റയിൽ പ്രത്യേക ഹെലികോപ്റ്ററിൽ എത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് ദുരന്തബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തിക്കൊണ്ടായിരിക്കും ഈ വയനാട് സന്ദർശനത്തിന്, അദ്ദേഹത്തിന്റെ വയനാട് സന്ദർശനത്തിന് തുടക്കമാകുക. അതിനുശേഷം വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ അദ്ദേഹം സന്ദർശിക്കും. പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തും. 3 മണിക്കൂർ നേരമായിരിക്കും അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാകുക എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതും. എൽദോ.